മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. കൃപയാലത്രേ ആത്മരക്ഷ, അതു വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം, ദാനം, ദാനം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ധ്യാനചിന്തകൾ പങ്കുവെക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കുക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 257 എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം അങ്ങയെ സ്വാഗതം ചെയ്യുവാൻ സന്തോഷമുണ്ട്. ദൈവം യാക്കോബിനോട് ബഥേലിലേക്ക് മടങ്ങി വരുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ബഥേലിലേക്കുള്ള യാത്രയ്ക്ക് അനിവാര്യമായ 3 പ്രധാനപ്പെട്ട വസ്തുതകൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ളവരോടും ആവശ്യപ്പെടുന്നതായിട്ട് നാം പ്രസ്തുത വേദഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. അതിലൊന്നാമത്തത് എന്താണ്? ബഥേലിലേക്കുള്ള യാത്രയ്ക്ക് താനും തൻ്റെ കുടുംബവും കൂടെയുള്ളവരും ചെയ്യേണ്ടുന്ന അനിവാര്യമായ ഒന്നാമത്തെ വസ്തുത എന്താണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം അതിൻ്റെ 2 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. അതിതാണ്: നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയണം. വാസ്തവത്തിൽ നാം പഠിച്ചു നോക്കുമ്പോൾ റാഹേലിൻ്റെ കയ്യിലുള്ള ഗ്രഹവിഗ്രഹത്തെക്കുറിച്ച് യാക്കോബ് അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് വലിയ തെറ്റ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ആരായിരുന്നാലും, നമ്മുടെ തന്നെ ജീവിതത്തിലോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലോ ദൈവസന്നിധിയിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിന് കൂട്ടുപിടിച്ച് മൗനം പാലിക്കുന്നത് അത് ചെയ്യുന്നിടത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് നാം പഠിച്ചു നോക്കുമ്പോൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. അത് ദൈവിക അനുഗ്രഹങ്ങൾ ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരുവളുടെ ജീവിതത്തിലേക്ക് വരുവാൻ തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതും നാം ഓർക്കേണ്ടുന്ന വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുഖപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ദൈവ പൈതലിനും മുഖപക്ഷമുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ യാക്കോബ് റാഹേലിൻ്റെ കയ്യിലുള്ള ഗ്രഹവിഗ്രഹത്തെക്കുറിച്ച് മൗനം പാലിക്കുന്ന കാര്യം കാണുവാൻ കഴിയുകയാണ്. ഒരുപക്ഷേ അവളോടുള്ള അമിതമായ സ്നേഹമായിരിക്കാം ആ മൗനത്തിന് കാരണമെന്ന് പറയുന്നത്. ഇങ്ങനെയല്ലേ ഇന്നും കാണുന്നത്? എല്ലാ കാലഘട്ടത്തിലും ഏറെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ കുറവുകൾ കണ്ടാൽ അതിനെ മൂടി വയ്ക്കുന്ന മാനുഷിക പ്രവണത കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഉത്തമ ഭക്തർക്ക്, ദൈവവുമായിട്ട് നിരന്തര സമ്പർക്കമുള്ള ആത്മീയർക്ക് അങ്ങനെയല്ല എന്നുള്ളതും നമുക്ക് ചരിത്രത്തിലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. എന്നാൽ യാക്കോബേ, അവളോടുള്ള അമിത സ്നേഹം മൂലം അങ്ങ് പാലിച്ചു വന്ന മൗനമുണ്ടല്ലോ, പാപത്തിനെതിരെയുള്ള അങ്ങയുടെ മൗനമുണ്ടല്ലോ, ഇനി അത് അങ്ങയ്ക്ക് തുടരാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തെറ്റുകൾ കൊണ്ട് തുടരുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമല്ല എന്നത് വ്യക്തമായി മനസ്സിലാക്കണം. യാക്കോബിനെ സംബന്ധിച്ച് തൻ്റെ കഷ്ടകാലത്ത് പ്രാർത്ഥന കേൾക്കുകയും അവൻ പോയ വഴിയിൽ കൂടെ ഇരിക്കുകയും ഒടുവിൽ എല്ലാവിധ ക്ഷേമത്തോടും വർധനവോടും കൂടെ തിരികെ എത്തിക്കുകയും ചെയ്ത ദൈവത്തോട് കൂറ് പ്രഖ്യാപിക്കേണ്ടുന്ന നേരമാണിത്. അത് കേവലം വാക്കുകളിൽ മാത്രമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളിലൂടെ തൻ്റെ കുടുംബത്തോട് അരുതാത്തത് നീക്കുവാനുള്ള ആഹ്വാനം കൊടുക്കുന്നതിനുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അത് വ്യക്തമായി തെളിയിക്കേണ്ടുന്ന വിഷയമാണ്. ദൈവത്തോടുള്ള കൂറ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അധരം കൊണ്ട് വെറുതെ ചെയ്യുകയല്ല, മറിച്ച് ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുവാൻ വളരെ ആവശ്യമുണ്ട്.
പാപത്തോട് വിട്ടുനിൽക്കുകയും പാപത്തോട് പൂർണ്ണമായും അരുത് എന്ന് പറയുകയും എൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല എന്ന് കർശനമായി പറയുകയും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ നിലനിൽക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് തമ്പുരാനോടുള്ള കൂറ് എന്ന് പറയുന്നത്. ഓർക്കണം, ഏകസത്യ ദൈവത്തെയും അതേപോലെ അന്യദേവന്മാരെയും ഒരുമിച്ച് സേവിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ എത്രയോ ഇടങ്ങളിൽ ഇത് വ്യക്തമാക്കിയിട്ടുള്ള വസ്തുതയാണ്. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇത്രയും നാൾ യാക്കോബേ അങ്ങ് മൗനമായിരുന്നു, എന്നാൽ അങ്ങ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ തന്നെ യാക്കോബേ അങ്ങയുടെ കുടുംബത്തോട് ഇത് കൽപ്പിക്കണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങയ്ക്ക് ഇത് നീക്കുവാൻ പറയേണ്ടി വരികയില്ലായിരുന്നു. ജീവിതത്തിൽ പാപമുണ്ട്, കുറവുണ്ട് എന്ന് കാണുന്ന അതേ നിമിഷം തന്നെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പാപത്തെ എടുത്തു കളയുവാനായിട്ട് നാം ദൈവകൃപയിൽ ശരണപ്പെടേണ്ടതായിട്ടുണ്ട്. പാപത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതം ദൈവത്തിന് ഒരു കാരണവശാലും അത് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. പ്രിയപ്പെട്ട സഹോദര, ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ പാപത്തിനെതിരെ അങ്ങ് കണ്ണടയ്ക്കുകയല്ല. അങ്ങയുടെ വീട്ടിൽ അങ്ങയുടെ കുടുംബാംഗങ്ങൾ അരുതാത്തൊരു ചെറിയ കാര്യം ചെയ്താലും അത് സാരമില്ലെന്ന മട്ടിൽ അങ്ങ് മുന്നോട്ട് പോകുന്നെങ്കിൽ നിശ്ചയമായും കുറിച്ചു വെച്ചുകൊള്ളുക, അങ്ങയ്ക്ക് ദുരന്തങ്ങളും അങ്ങയുടെ ജീവിതത്തിൽ ചെയ്ത പാപത്തിന് കണക്ക് പറയേണ്ടി വരുന്നൊരു ദിവസമുണ്ടാകും. അതുകൊണ്ട് അത് വരാതിരിക്കട്ടെ. അതുകൊണ്ട് ആരെന്നുള്ളതല്ല, അങ്ങയുടെ ഭവനത്തിൽ കുറവുണ്ട് എന്നങ്ങയ്ക്ക് മനസ്സിലാകുന്ന നിമിഷം ദൈവകൃപയിൽ ശരണപ്പെട്ട് അങ്ങത് ആവശ്യപ്പെട്ട് അങ്ങയുടെ കുടുംബത്തിൻ്റെ അതിർവരമ്പിനുള്ളിൽ നിന്ന് അതെടുത്തു കളയുവാൻ അങ്ങയുടെ ഭവനത്തിലുള്ളവരോട് മുഖം നോക്കാതെ പറയുവാൻ അങ്ങയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അവനവൻ്റെ കുടുംബത്തിൽ തെറ്റുവരുമ്പോൾ അത് പോട്ടെ എന്ന മട്ടിൽ നിൽക്കുന്നവർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ യോഗ്യത നഷ്ടപ്പെടും. ഇത് മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെ സേവിക്കുമ്പോൾ മുഖപക്ഷമുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപത്തിനെതിരെ ഉറച്ച നിലപാടുകൾ, ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കണം. അത് അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. അല്ല എങ്കിൽ അത് ജീവിതത്തിൽ കർത്താവിൻ്റെ കോപത്തിന് വഴിതെളിക്കും. ഇവിടെ ഇതാ യാക്കോബ് ആദ്യം തന്നെ പറയുന്ന വസ്തുത ഇതാണ്: നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയണം. ദൈവത്തിൻ്റെ മഹത്വത്തിന് വിഘാതമായി നിൽക്കുന്ന ഏതു വസ്തുതയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ മാറ്റിക്കളയുവാൻ വിശ്വാസികളായ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ട്. അങ്ങ് പ്രസംഗിക്കുന്നത് അങ്ങയുടെ ജീവിതത്തിൽ, അങ്ങയുടെ കുടുംബത്തിലുണ്ടാകണം. ഇത് വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്കും ഒരേപോലെ ബാധകമാണ്. ഏതെങ്കിലും ഒരു കൂട്ടർക്കല്ല. അങ്ങ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങയ്ക്ക് ബാധകമാണ്. അല്ല എങ്കിൽ അങ്ങയുടെ രക്ഷയെക്കുറിച്ച് അങ്ങ് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങയുടെ ജീവിതത്തിൽ പാപവുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ, സാരമില്ല എന്ന മട്ടാണെങ്കിൽ, അങ്ങയ്ക്ക് പ്രിയപ്പെട്ടവർ തെറ്റ് ചെയ്താൽ കണ്ണടയ്ക്കുന്നെങ്കിൽ, നിശ്ചയമായിട്ടും പറയട്ടെ, അങ്ങയിൽ ദൈവം പ്രസാദിക്കുകയില്ല. ഒരു കാരണവശാലും ദൈവം അങ്ങയുടെ തെറ്റിനെ കൂട്ടുനിൽക്കുകയില്ല. അങ്ങ് ദൈവസന്നിധിയിൽ കുറ്റക്കാരനായി തീരേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ ജീവിതത്തിൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിരന്ന് വിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങയെ അനുഗ്രഹിക്കട്ടെ.